അധ്യായം 4. അളകനന്ദയാണ് ഈ മത്സരത്തിൽ വിജയം വരിച്ചത്. അതിൽ വളരെയേറെ സന്തോഷം തോന്നിയിരുന്നു. ഇനി താൻ മാതാവ് ആദിശക്തിയുടെ ശക്തി നാഗിനായി മാറും. ശേഷനാഗരാജാവിനും നാഗറാണിക്കും മകളുടെ വിജയത്തിൽ സന്തോഷമായിരുന്നു. എന്നാൽ ആദിശക്തി മാതാവിന്റെ ശക്തി നാഗിനായി മാറണമെങ്കിൽ 3 ഘട്ടം കൂടി പൂർത്തിയാക്കണം. അത് തപസ് ചെയ്ത് നേടേണ്ടതാണ്. അതിൽ ആദ്യത്തേത് തപശക്തി വർദ്ധിപ്പിക്കാനുള്ളതായിരുന്നു. രണ്ടാമത്തേത് കഴിവിനെ വർദ്ധിപ്പിക്കാനുള്ളതായിരുന്നു. അതിനവൾക്ക് പരിശീലനം നേടണമായിരുന്നു. ആദ്യത്തേത് 1 വർഷം കൊണ്ട് അവൾ നേടിയെടുത്തു. രണ്ടാമത്തേത് 6 മാസം കൊണ്ടും. എന്നാൽ 3-ാം ഘട്ടത്തിലേക്ക് പോകാൻ അവൾക്കായില്ല. 3-ാം ഘട്ടം എന്നത് മനസ്സിനെ നിയന്ത്രിക്കുക എന്നതാണ്. എല്ലാ മോഹങ്ങളെയും ത്യജിക്കേണ്ടതാണ്. തന്റെ സഖിമാരിൽ നിന്ന് അവൾ ഭൂമിയെക്കുറിച്ച് കേട്ടിരുന്നു. കുറെ പ്രാവശ്യം പറഞ്ഞു കേട്ടപ്പോൾ അവൾക്ക് ഭൂമിയിലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടായി. അവൾ ഒരു ദിനം ആരോടും പറയാതെ ഭൂമിയിലേക്ക് പോയി. ഭൂമിയുടെ മനോഹാരിത അവൾ ആസ്വദിക്കാൻ തുടങ്ങി. അവിടെ കണ്ട സുന്ദരമായ ഒരു നദീതടത്തിൽ അവൾ ഇറങ്ങി. അപ്പോഴാണ് സൂര്യലോകത്ത് നിന്ന് ആരോടും പറയാതെ ആരുടെയും അനുവാദം വാങ്ങാതെ ആദിത്യനും അവിടെ എത്തിയത്. അവനും ഭൂമിയുടെ മനോഹാരിത ആസ്വദിക്കാൻ തുടങ്ങി. അവൻ അവിടെയെല്ലാം ദർശിച്ച് നടന്നു വരുമ്പോൾ ഒരു നദീതടാകത്തിൽ അതിസുന്ദരിയായ ഒരു കന്യക നദിയിലിറങ്ങി നീന്തി തുടിക്കുന്നു. അവളുടെ മനോഹാരിത അവനെ വല്ലാതെ അവളിലേക്ക് ആകൃഷ്ടയാക്കി. ഒരു സുന്ദര ശില്പം പോലെ തോന്നിച്ചു. ഒരു മത്സ്യത്തെ പോലെയാണ് അവൾ നീന്തി തുടിക്കുന്നതെന്ന് തോന്നിയവന്. അളകനന്ദ അവനെ കണ്ടിരുന്നില്ല. അവൻ കുറെ നേരം അവളുടെ നീന്തൽ നോക്കി നിന്നു. അളകനന്ദയ്ക്ക് ആ തടാകത്തിൽ കളിച്ച് രസിച്ച് മതിയായില്ലെങ്കിലും തിരികെ പോകാൻ അവൾ തീരുമാനിച്ചു. കൊട്ടാരത്തിൽ ഒരു പക്ഷേ തന്നെ ഏവനും തിരക്കുന്നുണ്ടാകും. പോകാതെ നിവർത്തിയില്ല. അവൾ തടാകത്തിൽ നിന്ന് പുറത്തു കടന്നതും തന്നെ നോക്കി നിൽക്കുന്ന അതിസുന്ദരനായ യുവാവിനെ കണ്ടു. അവരിരുവരുടെയും കണ്ണുകൾ തമ്മിലടഞ്ഞു. തന്റെ ശരീരത്തിലെ വസ്ത്രങ്ങൾ നനഞ്ഞൊട്ടി ശരീരത്തോട് ചേർന്നാണ് ഇരിക്കുന്നത്. ഈ രൂപത്തിൽ തന്നെ ഈ യുവാവ് കണ്ടതിൽ അവൾക്ക് നാണവും സങ്കോചവും തോന്നി. പക്ഷേ അദ്ദേഹം എന്ത് സുന്ദരനാണ്! ഇത്രയും തേജസ്വിയും സുന്ദരനുമായ വ്യക്തിയെ താൻ ഇതുവരെ ദർശിച്ചിട്ടില്ല. ഈ ഭൂമിയിൽ വസിക്കുന്ന രാജകുമാരനായിരിക്കുമോ ഇദ്ദേഹം? ഇവിടെയുള്ള ഏതെങ്കിലും ഒരു കൊട്ടാരത്തിലായിരിക്കാം ഇദ്ദേഹം ചിലപ്പോൾ വസിക്കുന്നത്. അപ്രകാരം തന്നെയാണ് ആദിത്യൻ വിചാരിച്ചത്. ഈ സുന്ദരിയായ തരുണിമണി ആരാണ്? ഇവളുടെ സൗന്ദര്യം നമ്മെ ഉന്മാദത്തിലാഴ്ത്തുന്നു. ഭൂമിയിലായിരിക്കുമോ ഇവൾ വസിക്കുന്നത്? ഒരുപക്ഷെ ഇവൾ ഇവിടെയുള്ള രാജകൊട്ടാരത്തിലെ രാജകുമാരിയായിരിക്കാം. തന്റെ ദാസന്മാർ പറഞ്ഞത് എത്ര ശരിയാണ്. ഈ ഭൂമിയും മനോഹരമാണ്, ഭൂമിയിലെ സ്ത്രീകളും. കുറെ നേരം അവരിരുവരും നോക്കി നിന്നതല്ലാതെ ഒന്നും സംസാരിച്ചില്ല. അവൾ നാണത്തോടെ ഓടിമറഞ്ഞു. ആദ്യത്തിന് നിരാശ തോന്നി. അവളോട് സംസാരിക്കേണ്ടതായിരുന്നു. കഴിയാതിരുന്നതിൽ അവന് ദുഃഖം തോന്നി. അവൻ കുറച്ചു നേരം കൂടി അവിടെ തന്നെ നിന്നിട്ട് തിരികെ സൂര്യലോകത്തേക്ക് പോയി. അവരിരുവരും ഭൂമിയിലേക്കാണ് പോയതെന്ന് ആരും അറിഞ്ഞില്ല. അളകനന്ദയ്ക്ക് അന്ന് നിദ്ര പോകാൻ കഴിഞ്ഞില്ല. സുന്ദരനായ യുവാവായിരുന്നു അവളുടെ മനസ്സിൽ. അവനെ കണ്ട നിമിഷം മുതൽ അവൾ അവനിൽ ആകൃഷ്ടയായി തീർന്നു. അതേ അവസ്ഥയിലായിരുന്നു സൂര്യലോകത്തിൽ ആദിത്യനും. അവളെ മറക്കാനേ സാധിച്ചില്ല. 2 പേർക്കും വീണ്ടും കാണണമെന്ന മോഹമുണ്ടായി. പിറ്റേ ദിനം അവൻ വരാനായി അവൾ നദീതടാകത്തിൽ കാത്തുനിന്നു. ഇന്ന് അവൾ നദിയിൽ ഇറങ്ങിയില്ല. ക്ഷണനേരത്തിനു ശേഷം അവൻ അവിടേക്ക് വന്നു. 2 പേരും പരസ്പരം കണ്ടു. 2 പേരും കുറെ നേരം നോക്കി നിന്നു. ആദിത്യൻ ചോദിച്ചു, ഭവതി ആരാണ്? എവിടെ നിന്ന് വരുന്നു? ഞാൻ അളകനന്ദ, ശേഷനാഗത്തിന്റെയും ശേഷനാഗറാണിയുടെയും പുത്രി. എന്റെ ദാസിമാർ പറഞ്ഞു കേട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഭൂമി വളരെ മനോഹരമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഭൂമിയെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ കേട്ടപ്പോൾ ഇവിടേക്ക് വരണമെന്ന് തോന്നി. താങ്കൾ ആരാണ്? ഇവിടേക്ക് എങ്ങനെ വന്നു? ഞാൻ ആദിത്യൻ, ഭഗവാൻ സൂര്യനാരായണന്റെ അർദ്ധഭാഗം. ഞാനും എന്റെ ദാസന്മാരിൽ നിന്ന് ഭൂമിയെക്കുറിച്ചുള്ള വർണ്ണനകൾ കേട്ടിട്ടാണ് ഇവിടേക്ക് വന്നത്. ഭൂമിയുടെ മനോഹാരിത ആസ്വദിക്കാൻ വേണ്ടി. ഞാൻ വിചാരിച്ചത് അവിടുന്ന് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു കൊട്ടാരത്തിലെ രാജകുമാരിയായിരിക്കുമെന്നാണ്. ഞാനും അങ്ങയെപ്പറ്റി അങ്ങനെയാണ് ധരിച്ചിരുന്നത്. ഇപ്പോൾ നമ്മുടെ 2 പേരുടെയും തെറ്റിദ്ധാരണകൾ മാറിയില്ലേ? എനിക്ക് അവിടത്തെ കണ്ടപ്പോൾ തന്നെ അനുരാഗം തോന്നിയിരുന്നു.
അവിടത്തേക്ക് എന്നെ ഇഷ്ടമാണോ? അവൾ പുഞ്ചിരിച്ചുകൊണ്ട് മൊഴിഞ്ഞു. എനിക്കും അങ്ങേ ഇഷ്ടമാണ്. അവരിരുവരും ആരും അറിയാതെ പരസ്പരം കാണുകയും പ്രണയിക്കുകയും ചെയ്തു. ഒരു ദിനം അളകനന്ദ എവിടേക്ക് പോകുന്നത് അവളുടെ തോഴിമാരിലൊരാൾ കണ്ടെത്തി. ആ തോഴി അവളെ പിന്തുടർന്നു പോയി. അവിടെ കണ്ട ദൃശ്യം നടുക്കുന്നതായിരുന്നു. രാജകുമാരി ഒരു സുന്ദരനായ പുരുഷനുമായി ആലിംഗനബദ്ധരായി നിൽക്കുന്നു. അവൾ തിരികെ കൊട്ടാരത്തിലേക്ക് പോയി. അളകനന്ദ കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി തന്റെ കാമുകന്റെ ഓർമ്മകളിൽ മുഴുകിയിരുന്നു. മറ്റൊന്നിലും അവൾക്ക് ശ്രദ്ധയില്ലാതായി.